മുള്ളരിങ്ങാട്ടെ കാട്ടാനശല്യം പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നു. പി.ജെ. ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. മുള്ളരിങ്ങാടുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് മുള്ളരിങ്ങാട് വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തൊടുപുഴയിൽ യോഗം വിളിച്ചു ചേർത്തത്. പി.ജെ. ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു PWD റെസ്റ്റ് ഹൗസിലെ യോഗം. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വന്നിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകും. അത് ഇപ്പോൾ RKVയുടെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 5 കിലോമീറ്റർ പൂർത്തീകരിച്ചു. നല്ല ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അത് 10 കിലോമീറ്റർ ഭാഗം ഫെൻസിംഗ് ഇടേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ 10 കിലോമീറ്ററിന് ആവശ്യമായുള്ള ഫണ്ട് വന്നിട്ടുണ്ടോ? ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. സാധാരണ കമ്പി ഉള്ള കോസ്റ്റ് കുറവുള്ള ഒരു 3 കിലോമീറ്റർ, പിന്നെ RKVയിൽ നമ്മൾ ഏറ്റവും പുതിയ മോഡലിലുള്ള ഹാങ്ങിങ് ഫെൻസിങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. ആ രണ്ടും നല്ല എഫക്റ്റീവായിട്ട് എപ്പോഴും തുടരുന്നത്. എന്നിരുന്നാലും ആ മേഖലയിൽ ഇനിയും ഒരു 10 കിലോമീറ്റർ കൂടി ഫെൻസ് ചെയ്തില്ലെങ്കിൽ ആരൊക്കെ വീട് ജനവാസ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയും. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് പി.ജെ. ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും ഡീൻ കുര്യാക്കോസ് MP 8 ലക്ഷം രൂപയും അനുവദിക്കും. ഇടുക്കി സബ് കളക്ടർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.